അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്കിറങ്ങും. മൂന്നാം ലോക മഹായുദ്ധവും പുടിന്റെ വീഴ്ചയും അടുത്തു. ബാബ വാങ്കയുടെ പ്രവചനങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. രണ്ട് ദുരന്തങ്ങൾ സത്യമായെന്ന് വാങ്കയുടെ അനുയായികൾ. എന്തായാലും ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരേ സമയം ആകാംക്ഷയും ഭയവും നിറച്ചുകൊണ്ട് പ്രശസ്ത ബൾഗേറിയൻ അന്ധ പ്രവാചക ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും സൈബർ ഇടങ്ങളിൽ കടുപ്പമേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രണ്ടുതരം വലിയ പ്രതിസന്ധികൾ ഇതിനകം തന്നെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന അനുയായികളുടെ പ്രചരണമാണ് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഭയാനകമായ മറ്റ് 3 പ്രവചനങ്ങൾ കൂടി വരും നാളുകളിൽ മനുഷ്യരാശിയെ പിടിച്ചുലയ്ക്കാനായി കാത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തുന്നു. 1/4 നൂറ്റാണ്ട് മുൻപ് അന്തരിച്ച ഈ കാഴ്ചയില്ലാത്ത പ്രവാചക വൻകിട പ്രകൃതി ദുരന്തങ്ങൾ അരങ്ങേറുമെന്നും തൊഴിൽ മേഖലകളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തി നിർമ്മിത ബുദ്ധി ആധിപത്യം സ്ഥാപിക്കുമെന്നും മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്നാണ് അവരുടെ വിശ്വാസികളുടെ വാദം. സമീപകാലത്ത് ഭൂമിയിലുണ്ടായ ചില വലിയ സംഭവ വികാസങ്ങളെ കൂട്ടിച്ചേർത്താണ് ഇത്തരം പ്രചരണങ്ങൾക്ക് ശക്തി കൂട്ടുന്നത്. വർഷാരംഭത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ടായ ശക്തമായ ഭൂകമ്പവും വൻ നാശനഷ്ടങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീയും പ്രളയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ബാബയുടെ ആദ്യ പ്രവചനം സത്യമായെന്ന് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഏത് വർഷവും ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ സാധാരണയായതുകൊണ്ട് ഇത്തരം പൊതുവായ കാര്യങ്ങളെ പ്രവചനങ്ങളായി കൂട്ടിക്കെട്ടുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതുപോലെ സാങ്കേതികവിദ്യ വികസിക്കുന്നതനുസരിച്ച് കൃത്രിമ ബുദ്ധിയും യന്ത്രങ്ങളും ജോലിസ്ഥലങ്ങൾ കൈയടക്കുമെന്ന വാദത്തിനും കൃത്യമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ ഇതൊന്നുമല്ല, ഇനി വരാനിരിക്കുന്ന മറ്റ് 3 അവകാശവാദങ്ങളാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. വരും മാസങ്ങളിൽ ഭീമാകാരമായ ബഹിരാകാശ പേടകത്തിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തുമെന്നും മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെടുമെന്നുമുള്ള പ്രചരണം ഇതിലൊന്നാണ്. ആകാശത്ത് കാണുന്ന അപൂർവ കാഴ്ചകളെല്ലാം അന്യഗ്രഹ പേടകങ്ങളല്ലെന്നും അവ ഡ്രോണുകളോ അന്തരീക്ഷ മാറ്റങ്ങളോ ആകാനാണ് സാധ്യതയെന്നും ശാസ്ത്രലോകം വ്യക്തമാക്കുമ്പോഴും ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ പുകയുകയാണ്. രണ്ടാമതായി 3ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തെക്കുറിച്ചാണ് പ്രചരണം നടക്കുന്നത്. തായ്വാനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമാന സാഹചര്യങ്ങളും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് അധികാരം നഷ്ടപ്പെടുമെന്നും പുതിയ ഭരണാധികാരി വരും എന്നുമുള്ള അവകാശവാദങ്ങളും സജീവമാണ്. എന്നാൽ വർഷങ്ങളായി റഷ്യയിൽ ശക്തമായ ആധിപത്യം പുലർത്തുന്ന പുടിൻ പദവി ഒഴിയുമെന്നതിന് യാതൊരു സൂചനയുമില്ല. ലോകത്ത് യുദ്ധഭീതിയും അശാന്തിയും പടരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കും പ്രവചനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നത്. ഒരു വശത്ത് പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും പറ്റിയുള്ള പ്രവചനങ്ങൾ ലോകത്ത് അസ്വസ്ഥത പടർത്തുമ്പോൾ മറുവശത്ത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ സുരക്ഷിതത്വവും ആശ്വാസവും ഉറപ്പാക്കുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യ ഭീതികൾക്കും പ്രവചനങ്ങൾക്കും പിന്നാലെ പോകുന്നതിനേക്കാൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ജനങ്ങളുടെ ആത്മവിശ്വാസവും ജീവിത നിലവാരം ഉയർത്താൻ സഹായകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് വേണ്ടത്. എന്തായാലും 12ാം വയസ്സിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ട് അതിനുശേഷം ദിവ്യദൃഷ്ടി ലഭിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ബാബ വാങ്ക ജയന രാജകുമാരിയുടെ മരണം, 9/11 ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളവ പ്രവചിച്ചിരുന്നു എന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇവയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അനാവശ്യമായ ഭീതി പരത്തുന്ന വാർത്തകൾ വിശ്വസിക്കാതെ യാഥാർത്ഥ്യങ്ങൾ നേരിടുകയാണ് മനുഷ്യരാശി ചെയ്യേണ്ടത്.